Good morning children. Welcome to our Malayalam class. നമ്മൾ പാഠം 6 ആദ്യത്തെ അംഗം ആ പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗം വരെ നമ്മൾ എത്തി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് പേജ് നമ്പർ 26-ലെ ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം തയ്യാറാക്കുക. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് വായിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഒതേനനും നമ്പ്യാരും ആദ്യം കണ്ടുമുട്ടിയത് എങ്ങനെ? നമ്മൾ പാഠം പലവട്ടം വായിച്ചു. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ അറിയാം. എങ്ങനെയാണ് അവർ കണ്ടുമുട്ടിയത്? ഒതേനനും ചാപ്പനും കൂടി വളയം എന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടയിലാണ് നമ്പ്യാരെ കണ്ടുമുട്ടിയത്. എങ്ങനെയാണ് നമ്പ്യാരെ കണ്ടുമുട്ടിയത്? ചിണ്ടൻ നമ്പ്യാരെ ഒതേനനും ചാപ്പനും കൂടി വളയം എന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടയിലാണ് നമ്പ്യാരെ കണ്ടുമുട്ടിയത്. കിട്ടിയോ? ഇത് വൃത്തിയായി നോട്ട് പുസ്തകത്തിലാണ് എഴുതിയെടുക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോമപ്പൻ ഒതേനനോട് പറഞ്ഞതെന്ത്? എന്താണ് കോമപ്പൻ തൻ്റെ ജ്യേഷ്ഠനായ കോമപ്പൻ അനുജനോട്, ഒതേനനാണ് അനുജൻ, അനുജനോട് എന്താണ് പറഞ്ഞത്? അനുജ, എന്തവിവേകമാണ് നീ കാണിച്ചത്? ചിണ്ടൻ കരുത്തനായ അഭ്യാസിയാണ്. അയാൾ നിന്നിട്ടും വെട്ടും പട പന്തീരാണ്ട്, ഇരുന്നിട്ടും വെട്ടും പട പന്തീരാണ്ട്. ക്ഷീണമില്ലാത്തവൻ. അങ്ങനെയുള്ള ഒരാളുമായി അംഗം കുറിക്കുകയോ? ഇതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അംഗം കുറിക്കുകയോ, അതിൻ്റെ ഘ അത് വ്യത്യാസമുണ്ട് കേട്ടോ. അത് പങ്കയുടെ ഘായാണ് എഴുതേണ്ടത്. ടീച്ചർ ഇപ്പോഴാണ് അത് കണ്ടത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ടീച്ചർ നോട്ട്സ് വിടുമ്പോൾ ശ്രദ്ധിച്ച് വിടാം. ഓക്കെ, അത് ശ്രദ്ധിക്കണം. അപ്പം എന്താണ് പറഞ്ഞത്? അനുജ, എന്തവിവേകമാണ് നീ കാണിച്ചത്? ചിണ്ടൻ കരുത്തനായ അഭ്യാസിയാണ്. അയാൾ നിന്നിട്ടും വെട്ടും പട പന്തീരാണ്ട്, ഇരുന്നിട്ടും വെട്ടും പട പന്തീരാണ്ട്. ക്ഷീണമില്ലാത്തവൻ. അങ്ങനെയുള്ള ഒരാളുമായി അംഗം കുറിക്കുകയോ? ഇതാണ് കോമപ്പൻ അനുജനോട് ഒതേനനോട് പറഞ്ഞത്. കിട്ടിയോ? പാഠം പലവട്ടം വായിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണിത്, വായിച്ചതാണ്. ഒട്ടുമിക്ക പേർക്കും ഇതിൻ്റെ ആൻസർ കിട്ടുമായിരിക്കും. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 3. ഒതേനന് നമ്പ്യാരുടെ വീട്ടിൽ ഉണ്ടായ അനുഭവം എന്ത്? ഒതേനനോട് കോമപ്പൻ പറഞ്ഞു നമ്പ്യാരുടെ കൂടെ അംഗം കുറിക്കാൻ പോവേണ്ട, അയാളുടെ കാല് പിടിച്ച് മാപ്പ് പറയണം. എന്ത് പറഞ്ഞു? പൊന്നാണയം, 1000 പൊന്നാണയം കൊണ്ടു ചെന്ന് മാപ്പ് പറയണം, അതാണ് നല്ലത് എന്ന് കോമപ്പൻ പറഞ്ഞതനുസരിച്ച് ഒതേനൻ നമ്പ്യാരുടെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്പ്യാർക്കുണ്ടായ അനുഭവം എന്താണ് എന്നാണ് ചോദ്യം. എന്താണ്? അഹന്ത മുഴുത്ത നമ്പ്യാർ ഫ് എന്ന് ആട്ടി. നമ്പ്യാരുടെ വായിൽ കിടന്ന താമ്പൂലത്തിൽ ഒതേനൻ കുളിച്ചു. കാലുകൊണ്ട് പൊന്നാണയപ്പെട്ടി തട്ടിത്തെറിപ്പിച്ചു. പെട്ടി പൊട്ടി നാണയങ്ങൾ തെറിച്ചു. അവ പൊട്ടിച്ചിരിച്ചു മുറ്റത്ത് കിടന്നു. കിട്ടി എല്ലാവർക്കും? അപ്പോൾ അത് ആൻസർ നമ്മൾ ടെക്സ്റ്റ് വായിച്ചപ്പോൾ കണ്ടതാണ്. ടെക്സ്റ്റിലുള്ള അതേ സെൻറ്റൻസുകൾ തന്നെയാണ്. അഹന്ത മുഴുത്ത നമ്പ്യാർ ഫ് എന്ന് ആട്ടി. നമ്പ്യാരുടെ വായിൽ കിടന്ന താമ്പൂലത്തിൽ ഒതേനൻ കുളിച്ചു. കാലുകൊണ്ട് പൊന്നാണയപ്പെട്ടി തട്ടിത്തെറിപ്പിച്ചു. പെട്ടി പൊട്ടി നാണയങ്ങൾ തെറിച്ചു. അവ പൊട്ടിച്ചിരിച്ച് മുറ്റത്ത് കിടന്നു. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 4. ഒതേനൻ
നമ്പ്യാരെ പരാജയപ്പെടുത്തുന്ന രംഗം സ്വന്തം വാക്യത്തിൽ എഴുതുക. പാഠത്തിൻ്റെ അവസാന ഭാഗം നമ്മൾ കണ്ടതാണ്. ഒതേനൻ എങ്ങനെയാണ് ചിണ്ടൻ നമ്പ്യാരെ പരാജയപ്പെടുത്തിയത് അത് എഴുതാൻ നിങ്ങളുടെ ഭാഷയിൽ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ എഴുതാൻ അറിയുന്നവർക്കറിയാം. എല്ലാവർക്കും വേണ്ടി ടീച്ചർ എഴുതി തന്നിരിക്കുകയാണ്. ഒതേനനും നമ്പ്യാരും അങ്കത്തട്ടിനെ വന്ദിച്ചു. തട്ടിൽ പറന്നിരുന്നു. പേര് പറഞ്ഞ് ചോദിച്ചു. ജനത്തോടും രാജാവിനോടും അനുവാദം യാചിച്ചു. പോരുടങ്ങി. താളം മുറുകി. ഓതിരം ഘടകം തുടങ്ങി ഇടവും വലവും ഇരച്ചു കയറി. പോര് ശക്തമായി തുടർന്നു. ചിണ്ടൻ തളരാതെ യുദ്ധം ചെയ്തു. ആവേശത്തോടെ ഉറുമി വീശി. പെട്ടെന്ന് ഒതേനൻ അടവ് മാറ്റി. കടുത്ത മെയ്യഭ്യാസികൾക്ക് പോലും അറിയാത്ത പൂഴിക്കടകൻ അടവ് പയറ്റി. ഒതേനൻ ചിണ്ടൻ നമ്പ്യാരെ പരാജയപ്പെടുത്തി. അപ്പോൾ ഇത് ടീച്ചറുടെ ഭാഷയിലും ടെക്സ്റ്റിൽ കൊടുത്തതുപോലെ ഏകദേശം അതുപോലെ ചുരുക്കിയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ എഴുതാം. പക്ഷേ ഇതിലെ ആശയങ്ങൾ ചില അത്യാവശ്യം വേണ്ട വാക്കുകൾ വിട്ടുപോകാതെ ശ്രദ്ധിക്കണം. അപ്പം 4 ചോദ്യോത്തരങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് എഴുതിയെടുക്കും വേണം. നോട്ട് പുസ്തകത്തിൽ എഴുതണം. അതുപോലെ റഫ് പുസ്തകത്തിൽ 5 ടൈംസ് എഴുതി പഠിക്കണം. ഇത്രയും വലിയ ആൻസർ എങ്ങനെയാണ് ടീച്ചറെ ഞങ്ങൾ 5 ടൈംസ് എഴുതുക എന്ന് ഇപ്പോൾ എല്ലാവരുടെ മനസ്സിലുണ്ടാവും. പക്ഷേ അവസാനത്തെ മാത്രം അത് നമ്മൾ നമ്മുടെ ഭാഷയിൽ എഴുതിയാൽ മതി. ബാക്കി 3 ആൻസറുകൾ നിങ്ങൾ എഴുതി പഠിക്കണം. മടിയുള്ളവർ അത് എഴുതി പഠിക്കണ്ട. 4മത്തെ അത് നിങ്ങളുടെ ഭാഷയിൽ എഴുതുക. എഴുതി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പിന്നെ ബാക്കിയുള്ളതൊക്കെ എഴുതി പഠിക്കണം. ഗൂഗിൾ മീറ്റിലെ ടീച്ചർ ചോദിക്കും. ക്വസ്റ്റ്യൻ ആൻസർ ഈ പാഠത്തിൻ്റെ ചോദിച്ചു കഴിഞ്ഞിട്ടില്ല. അർത്ഥം തുടങ്ങിയുള്ള ഭാഗങ്ങൾ ഈ ആഴ്ച ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിപരീതം പര്യായം പിരിച്ചെഴുതുക. അപ്പോൾ പാഠം വായിക്കലാണ് മെയിനായിട്ട് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ ഈ ആഴ്ച ചോദിക്കും. അപ്പോഴേക്കും ഗൂഗിൾ മീറ്റ് വരുമ്പോഴേക്കും ഈ ക്വസ്റ്റ്യൻ ആൻസർ കൂടി പഠിക്കണം. കാരണം പരീക്ഷ ഇപ്പോൾ പിന്നാലെ അടുത്ത ആഴ്ച പരീക്ഷ ഉണ്ടാവുന്നുണ്ട്. 7th ഡേറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ പാഠം ഉണ്ട് അതിന്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാതെ ഇരിക്കരുത്. നീട്ടി വയ്ക്കരുത്. നാളെ എന്ന് വയ്ക്കരുത്. ഗൂഗിൾ മീറ്റിന് മുമ്പ് എല്ലാവരും എഴുതി പഠിക്കണം. അത് ചോദിക്കും. എഴുതി പഠിച്ചത് ടീച്ചർക്ക് കാണണം. നോട്ട്ബുക്കും കാണണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം. സൂചനയിൽ കഥ ഉണ്ടാക്കുക. സൂചനയിൽ നിന്ന് കഥ ഉണ്ടാക്കുക. എന്താണ് സൂചന കൊടുത്തിരിക്കുന്നത്? നിങ്ങൾക്ക് ഒരു കഥ എഴുതാനുള്ള അവസരം തന്നിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10 സൂചനയിൽ നിന്ന് കഥ ഉണ്ടാക്കുക. തവള യാത്രയ്ക്കിറങ്ങി. ഒരെലി ചെങ്ങാതിയായി. ചെറിയ തോട് എലിയെ ചതിക്കണം. കാലുകൾ പരസ്പരം കൂട്ടിക്കെട്ടി. തവള പുറത്ത് എലിയെ കയറ്റി. തോട്ടിലൂടെ നീന്തി ഒരു പരുന്ത് കണ്ടു. അപ്പോൾ ഇതൊന്നും ഒരു തുടർച്ചയില്ലാത്ത, അതിനിടയിലൊക്കെ കുറച്ച് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ കഥയിലെ ചില വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇടയിൽ എന്തായിരിക്കുമെന്ന് ആലോചിക്കുക. എന്നിട്ട് കഥ സ്വന്തമായി എഴുതുക. തവള യാത്രയ്ക്കിറങ്ങിയപ്പോൾ ആരെയാണ് ചെങ്ങാതിയായിട്ട് കിട്ടിയത്? ഒരു എലിയെ ചെങ്ങാതിയായി കിട്ടി. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ചെറിയ തോട് കണ്ടു. അപ്പോൾ തവള മനസ്സിൽ എന്ത് വിചാരിച്ചു? എലിയെ ഒന്ന് ചതിക്കണം, ചതിപ്രയോഗം നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ നിങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളുമായി ബന്ധപ്പെടുത്തി ഒരു കഥ എല്ലാവരും സ്വന്തമായിട്ട് ആലോചിച്ച് എഴുതാൻ, അതാണ് പറഞ്ഞിരിക്കുന്നത്. അത് റഫ് പുസ്തകത്തിൽ എഴുതാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് കുറച്ച് അധികം ഉള്ളത് കൊണ്ട് ഈ ആഴ്ച അക്ഷരദീപം എഴുതാൻ പറയുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ടെക്സ്റ്റ് പുസ്തകത്തിൽ റഫ് പുസ്തകത്തിൽ എഴുതി വയ്ക്കുക.
ടീച്ചർ ഗൂഗിൾ മീറ്റിൽ അത് എഴുതിയവരെ കൊണ്ട് വായിപ്പിക്കാം. അപ്പോൾ അത് എന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് പുസ്തകത്തിലേക്ക് പകർത്താം കേട്ടോ. ടെക്സ്റ്റിലാണ് എഴുതാൻ അവിടെ സ്ഥലം വിട്ടിരിക്കുന്നത്. ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ടെക്സ്റ്റിലല്ല. കഥ സ്വന്തമായി എഴുതുമ്പോൾ ആദ്യം എവിടെയാണ് എഴുതേണ്ടത്? റഫ് പുസ്തകത്തിൽ എഴുതാം. ടീച്ചർക്ക് അത് പറഞ്ഞു തരാം ചോദിക്കുമ്പോൾ, എന്നിട്ട് ടീച്ചർ പറയാം. അപ്പോൾ ടെക്സ്റ്റ് പുസ്തകത്തിൽ എഴുതാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ആഴ്ച ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.